Spoiler alert for my emergency viewers. ഗാഥാസ് കലാഹട്ടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗാഥ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ആദ്യമേ പറയട്ടെ, നമ്മുടേത് ഒരു കുക്കിംഗ് ചാനലല്ല. ഞാൻ പരീക്ഷിച്ച് നോക്കിയതും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ചില കുക്കിംഗ് റെസിപ്പീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കടകളിലൊക്കെ പോയി ജാം മേടിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മെനക്കെടുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ മിക്സഡ് വെജിറ്റബിൾ ജാം. ഞാൻ ഈ വീഡിയോയിൽ പഞ്ചസാര ഉപയോഗിച്ചാണ് ഈ ജാം തയ്യാറാക്കുന്നത്. ഇതിന് പകരമായിട്ട് ശർക്കര ഉപയോഗിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസ് ക്യാരറ്റും ഒരു ബീട്രൂട്ടുമാണ്. ഈ ഒരു ചെറിയ ബൗള് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നാരങ്ങയാണ്. നാരങ്ങയുടെ ചെറിയ ഭാഗം എടുത്തിട്ട് നീര് പിഴിഞ്ഞെടുക്കുക. ഒരു കുക്കറിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടെ ഒപ്പമിട്ട് ഒന്ന് വേവുന്നത് വരെ വിസിലടുപ്പിക്കുക. ഇങ്ങനെ അരിഞ്ഞെടുത്ത് അത് കുക്കറിൽ വിസിലടുപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇത് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇത് സെപ്പറേറ്റ് ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ഏറ്റവും നല്ലത് ഇത് പച്ചക്കറികളെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് അത് അടച്ച് വെച്ച് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒരു ചെറിയ ചുവയുണ്ട്. ആ ചുവ വരാതിരിക്കാൻ തീർച്ചയായിട്ടും ഏറ്റവും നല്ലത് ഗ്രേറ്റ് ചെയ്തിട്ട് പാത്രം മൂടി വെച്ച് വേവിക്കുന്നത് തന്നെയാണ്. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിന് നല്ലൊരു കളറും ഉണ്ടായിരിക്കും. നമുക്കിനി അടുപ്പത്തേക്ക് ഇതുപോലൊരു ചീനിച്ചട്ടി അല്ലെങ്കിൽ പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെയായി പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മുഴുവൻ പഞ്ചസാരയും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. കുറേശ്ശെയായി മധുരം നോക്കിയിട്ട് പാകമാകുന്ന അനുസരിച്ച് ചേർക്കുന്നതായിരിക്കും. ഇടയ്ക്ക് ഗ്യാസ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ജാമിൽ നിന്നും കുമിള നമ്മുടെ ദേഹത്തേക്ക് തെറിച്ചു വീഴാൻ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഞാൻ വീണ്ടും അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ജാം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഇത് നന്നായിട്ട് കുറുക്കിയെടുത്ത് ഒരൽപ്പം കട്ടിക്ക് വേണം നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഞാൻ ഈ ജാം ഉണ്ടാക്കിയപ്പോൾ അത്രയ്ക്ക് കുറുക്കി വെട്ടിച്ച് നല്ല തയ്യാറാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് കുറച്ചും കൂടെ കുറുക്കി വറ്റിക്കേണ്ടതുണ്ട്. നിങ്ങൾ ജാം തയ്യാറാക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിന് ഏകദേശം ഒരു മെറൂൺ അഥവാ ബ്രൗൺ കളറിലേക്ക് കളർ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരൽപ്പം ഏലക്ക കൂടി ചതച്ചിട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ ജാമിലേക്ക് മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട്
ഇതിനൊരല്പം പുളി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വല്പം ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് ആ ക്യാരറ്റ് ബീട്രൂട്ട് ആ ഒരു ചൊവ്വ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ഞാൻ ഏകദേശം 1 ടീസ്പൂണിന് മുകളിൽ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. കാരണം നാരങ്ങ നീര് അല്പം ചേർക്കുമ്പോഴാണ് ഇതിനൊരല്പം രുചി കൂടുന്നത്. എന്നാൽ നാരങ്ങ നീര് ഒരുപാട് കൂടിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം നാരങ്ങ നീര് ചേർക്കാൻ. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. തണുത്തതിന് ശേഷം നമുക്കിതൊരു ഭരണിയിലേക്ക് മാറ്റാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് തനിയെ ഉണ്ടാക്കി നോക്കുന്ന രസമല്ലേ? അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമൊക്കെ ചില പാളിച്ചകളൊക്കെ ഉണ്ടാകുന്നേ, അതൊന്നും കാര്യമാക്കില്ല, പിന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് ഉഗ്രനായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടുമല്ലോ. താങ്ക് യു.